കേരളത്തിൽ അക്യൂപങ്ചർ കൗൺസിലിംഗ് നടപ്പാക്കുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് അഹമ്മദ് ദേവർകോവിൽ എംഎൽഎ. അക്യൂപങ്ചർ ജോയിന്റ് കൗൺസിൽ രണ്ടാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. കേരളത്തിൽ അക്യൂപങ്ചർ കൗൺസിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നടപടികൾ വേഗത്തിലാക്കുന്നതിന് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എംഎൽഎ പ്രസ്താവിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇത്തരം ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അക്യുപങ്ചർ ജോയിന്റ് കൗൺസിൽ രണ്ടാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം എംഎൽഎ നിർവഹിച്ചു. AJC പ്രസിഡന്റ് ഉമ്മർ ഗുരുക്കൽ കോട്ടയ്ക്കൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോമോൻ എറണാകുളം, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, യൂസുഫ് ഫാറൂഖി, റഫീഖ് വെന്നിയൂർ, ഷാജി കൊടുങ്ങല്ലൂർ, സറീന ജാസ്മിൻ എറണാകുളം, ആൽബർട്ട് ആലപ്പുഴ, കേശവദേവ് പാലക്കാട്, KMA സഹാബ് പൂക്കോട്ടും പാടം എന്നിവർ പ്രസംഗിച്ചു. Homeopathy, Siddha, Unani system of medicine or any other system of medicine recognized by the government. അങ്ങനെ നോക്കുമ്പോൾ അക്യുപങ്ചർ എന്ന് പറയുന്ന ഈ തെറാപ്പി ഈ ഒരു നിയമത്തിന് കീഴിൽ വരുന്നില്ല. എന്നിരുന്നാൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ നിയമം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നത്. സെക്ഷൻ 26 ഇതിന്റെ പെനാൽറ്റിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 27 പറയുന്നത് പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷൻ. നേരത്തെ പറഞ്ഞ ഈ നിയമത്തിൽ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കേസെടുക്കാൻ സാധിക്കില്ല. റൈറ്റിംഗിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോം ഉണ്ട്. ആ ഫോമിൽ ലെറ്ററുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കുള്ളൂ. കേസെടുക്കുമ്പോൾ അതിന് സമയപരിധിയുണ്ട്. നിങ്ങളുടെ ഒബ്ജക്ഷൻ കേട്ട് നിങ്ങളുടെ വാദം കേട്ട് നിങ്ങൾ അതിൽ തെറ്റാണ് രേഖപ്പെടുത്തിയെങ്കിൽ അവർക്ക് പെനാൽറ്റി ചുമത്താം. പെനാൽറ്റി ചുമത്തിയാൽ പോലും നിങ്ങൾക്ക് അതിനെ അപ്പീൽ കൊടുക്കാൻ 45 ഡേയ്സിന് സമയമുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഇംപ്രസ്മെന്റിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഫൈൻ മാത്രമേ പറയുന്നുള്ളൂ. സെക്രട്ടറി മൻസൂർ സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ 1200 പ്രതിനിധികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ UA ഖാദറിന്റെ 4